നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. UAE-യിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. റിപ്പോർട്ട് പ്രകാരം EV വാഹനങ്ങൾ വാങ്ങുന്നവരും വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്നവരുമായവരുടെ എണ്ണം 52% കൂടുതലായി ഉയർന്നിട്ടുണ്ട്. ഈ വിവരം റോളണ്ട് ബർഗർ നടത്തുന്ന പഠനത്തിലാണ് വെളിവായത്. ഇന്ധനം ഉപയോഗിക്കുന്ന വാഹനങ്ങളെ അപേക്ഷിച്ച് EV വാഹനങ്ങൾ കൂടുതൽ ലാഭകരമാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. അതുമാത്രമല്ല, EV വാഹനങ്ങളിൽ അറ്റകുറ്റപ്പണികൾ വളരെ കുറവാണ്. അതിനാൽ തന്നെയാണ് കൂടുതൽ പേർ ഈ വാഹനങ്ങൾ സ്വന്തമാക്കാൻ രംഗത്തേക്ക് എത്തുന്നത്. ടൂറിസം മേഖലയിൽ സ്വദേശികളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ സൗദി അറേബ്യ തയ്യാറെടുക്കുന്നു. 2028 ആകുമ്പോൾ ഈ മേഖലയിലെ 50% തൊഴിൽ സ്വദേശികൾക്കായിരിക്കും ഉണ്ടാവുക. ഇതിനായുള്ള പുതിയ നയങ്ങൾക്ക് ടൂറിസം മന്ത്രാലയം അനുമതി നൽകി. എന്നാൽ ഈ തീരുമാനം ഇപ്പോൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി പ്രവാസികൾക്ക് തിരിച്ചടിയാകും. സൗദിവൽക്കരണം വിവിധ ഘട്ടങ്ങളിലായിരിക്കും നടപ്പാക്കുക. അടുത്ത വർഷം പകുതി വരെ എത്തിയാൽ 40% സ്വദേശികളെ നിയമിക്കുന്ന നടപടി ആരംഭിക്കും. 2027-2028 ജനുവരികളിൽ 3-4 ഘട്ടങ്ങളായാണ് ഇവ നടപ്പിലാക്കുക. അബുദാബിയിൽ വിമാനത്തിലെ തകരാറിലായ സീറ്റിൽ യാത്ര ചെയ്യുന്നതിനിടെ പരിക്കേറ്റ യുവതിക്ക് നഷ്ടപരിഹാരം നൽകാൻ കോടതി ഉത്തരവിട്ടു. 10,000 ദിർഹം ഏകദേശം 2.5 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാനാണ് അബുദാബി കോടതി വിധിച്ചത്. മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് ഈ തീരുമാനം. യാത്രയ്ക്കിടെ സീറ്റിന്റെ ഭാഗം ഇളകിയ നിലയിൽ നിന്നിരുന്നു. യുവതി അത് വിമാന ജീവനക്കാരോട് പറഞ്ഞെങ്കിലും സീറ്റ് മാറ്റാൻ അവർ തയ്യാറായില്ല. ഇതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചത്. കുവൈറ്റ് സിറ്റിയിലെ സബാ അൽ അഹമ്മദ് മറൈൻ ഏരിയയിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിൽ 1800-ലധികം നിയമലംഘകരെ പിടികൂടി. ഈ പരിശോധനകൾ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസഫ് അൽ സഹാബിന്റെ നേതൃത്വത്തിലാണ് നടത്തിയത്. ഫലമായി 1844 ട്രാഫിക് നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തി. കൂടാതെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കൈവശം വെച്ചതിനായി 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. തൊഴിൽ നിയമനങ്ങൾ ലംഘിച്ചതിന് 3 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.